ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ കൺവേർഷൻ മെത്തേഡിൽ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ഇത് നമ്മൾ ഇതുവരെ ചെയ്തതിൽ വെച്ച് കമ്പയർ ചെയ്താൽ ഏറ്റവും ടൈറ്റ് ആയിട്ടുള്ള, ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ട്, കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, സോ ആ രീതിയിൽ ഇത് വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇതിനകത്ത് നമ്മൾ ഇതുവരെ പഠിപ്പിച്ച എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളുടെയും ഒരു കോമ്പിനേഷനാണ്. നമുക്ക് ആ ചോദ്യം നോക്കാം. ഇതാണ് ചോദ്യം. മിസ്സസ് സുരഭി സ്റ്റാർട്ടഡ് ബിസിനസ് ഓൺ January 1st, 2010. അപ്പോൾ January 1, 2010 മിസ്സസ് സുരഭി എന്ന് പറയുന്ന ആള് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പൊ അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ. വിത്ത് ക്യാഷ് ₹50,000, ഫർണിച്ചർ 10,000, സ്റ്റോക്ക് 2,000, മെഷീനറി 20,000. അപ്പോൾ സുരഭി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 50,000 രൂപ ക്യാഷ്, 10,000 രൂപ ഫർണിച്ചർ, 2,000 രൂപ സ്റ്റോക്ക്, 20,000 രൂപ മെഷീനറി. ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവന്നാണ് പുള്ളിക്കാരി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലായി. January 1 സുരഭി എന്ന് പറയുന്ന സ്ത്രീ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ ബിസിനസ്സിലേക്ക് അവർ കൊണ്ടുവന്ന ക്യാഷും ഫർണിച്ചറും സ്റ്റോക്കും മെഷീനറിയുടെ എല്ലാം വാല്യൂ തന്നിട്ടുണ്ട്. ഇവിടെയും എന്ത് മിസ്സിംഗ് ആണ്? ആ ഓപ്പണിംഗ് ഡേറ്റിലെ ഇവരുടെ ക്യാപിറ്റൽ എത്രയാണ് മിസ്സിംഗ് ആണ്. ഓപ്പണിംഗ് ഡേറ്റിലെ ക്യാപിറ്റൽ മിസ്സിംഗ് ആണ്. സോ ഒന്നാമത്തെ ജോലി എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഡേറ്റിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ച് ഓപ്പണിംഗ് ഡേറ്റിലെ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ഓക്കെ, പിന്നീട് എന്താ പറയുന്നത്? ഡ്യൂറിംഗ് ദ ഇയർ, ആ 2010 എന്ന വർഷത്തിൽ എവിടെയോ ആണ്. ഡ്യൂറിംഗ് ദ ഇയർ മീൻസ് ഏത് മാസവും ആവാം. ഓക്കെ, ഡ്യൂറിംഗ് ദ ഇയർ ഷി ഫർദർ ഇൻട്രൊഡ്യൂസ്ഡ് ₹20,000 ഓൺ ഹെർ ബിസിനസ് ബൈ ഓപ്പണിംഗ് എ ബാങ്ക് അക്കൗണ്ട്. ഈ 2010 ബിസിനസ് തുടങ്ങി, പിന്നെ കുറച്ച് നാളങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ ഏതോ ഒരു മാസം, ജൂണോ ജൂലൈ എന്തോ ആയിക്കോട്ടെ, ഏതോ ഒരു മാസം അവർ 20,000 രൂപയും കൂടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ അത് എങ്ങനെ കൊണ്ടുവന്നു? ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിനകത്തോട്ട് ഡെപ്പോസിറ്റ് ചെയ്തു. സോ അപ്പോൾ ബിസിനസ്സിന് ഇപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് ആയി. നമ്മുടെ ബിസിനസ്സിനകത്ത് ഇപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അതിലേക്ക് സുരഭി 20,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. അത് ഓപ്പണിംഗ് ഡേറ്റിലല്ല, അത് ശ്രദ്ധിക്കുക, അത് ഓപ്പണിംഗ് ഡേറ്റിലല്ല, പിന്നെ എപ്പോഴോ ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ എടുക്കരുത്. നമ്മൾ ഓപ്പണിംഗ് ഡേറ്റിലെ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ ഓപ്പണിംഗ് ഡേറ്റിലെ ട്രാൻസാക്ഷൻ മാത്രമേ എടുക്കാവൂ. ഫർദർ ട്രാൻസാക്ഷൻ എടുക്കരുത്. ഈ ഫർദർ ആയിട്ട് പൈസ കൊണ്ടുവന്നു എന്നുള്ളത് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിനകത്ത് വരത്തില്ല. അത് പിന്നീട് നമ്മൾ പരിഗണിച്ചാൽ മതി. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പോൾ 2010 January 1 ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റിൽ ക്യാഷും ഫർണിച്ചറും സ്റ്റോക്കും മെഷീനറിയും ഇത് വെച്ചിട്ട് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. പിന്നെ എപ്പോഴോ അവർ 20,000 രൂപ ബാങ്ക് അക്കൗണ്ടിലിട്ട് ബിസിനസ് മുന്നോട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയായിരിക്കാം, ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയായിരിക്കാം. അവരെന്തായാലും ബിസിനസിന്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി, ഒരു 20,000 രൂപ അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്തായാലും ബിസിനസ്സിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ബിസിനസിന്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അതിനകത്ത് പൈസയും ഉണ്ട്. ശരി, നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് അവരുടെ ക്യാഷ് ട്രാൻസാക്ഷൻസ്. ക്വസ്റ്റ്യൻ തന്നെയാണ്, അവരുടെ ആ വർഷത്തെ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ്. ക്യാഷ് അക്കൗണ്ട് അല്ല, അല്ലേ? ക്യാഷ് അക്കൗണ്ട് തന്നിട്ടില്ല. ക്യാഷ് അക്കൗണ്ട് തരാതെ ഇങ്ങനെ ട്രാൻസാക്ഷൻ ആണ് തരുന്നതെങ്കിൽ ഉറപ്പിച്ചോ, അതിൽ നിന്ന് എന്തോ ഒരു കാര്യം കണ്ടുപിടിക്കേണ്ടി വരും. അത് ക്ലോസിംഗ് ക്യാഷ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ക്യാഷ് അക്കൗണ്ട് ആവല്ലാതെ, ക്യാഷ് അക്കൗണ്ട് ഫോർമാറ്റിലല്ലാതെ ഇങ്ങനെ ട്രാൻസാക്ഷൻസ് ആണ് തരുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ക്ലോസിംഗ് ക്യാഷ് കണ്ടുപിടിക്കേണ്ടി വരും. എന്തൊക്കെയാ പറയുന്നത്? റെസീപ്റ്റ് ഫ്രം ഡെറ്റേഴ്സ്, അത് റെസീപ്റ്റ് സൈഡിൽ വരും. ക്യാഷ് സെയിൽ റെസീപ്റ്റ് ആണ്. ക്യാഷ് പർച്ചേസ് പേയ്മെന്റ്, വേജസ് പെയ്ഡ് പേയ്മെന്റ്, സാലറി ടു സ്റ്റാഫ് പേയ്മെന്റ്, ട്രേഡ് എക്സ്പെൻസസ് പേയ്മെന്റ് ആണ്, ഇലക്ട്രിസിറ്റി ബില്ല് പേയ്മെന്റ് ആണ്. ഡ്രോയിങ്സ് ഓഫ് സുരഭി, ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, പേഴ്സണൽ പർപ്പസിന് വേണ്ടി പൈസ തിരിച്ചെടുക്കുന്നു. അത് ബിസിനസിനെ സംബന്ധിച്ച് പേയ്മെന്റ് പോലെയാണ്. കാര്യം ബിസിനസ്സിൽ നിന്ന് പൈസ പോവുകയാണ്, ബിസിനസ്സിലേക്ക് സുരഭി കൊണ്ടുവന്ന പൈസ സുരഭി തന്നെ തിരിച്ചെടുക്കുന്നു. ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് പേയ്മെന്റ് പോലെയാണ്. ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് പേയ്മെന്റ് ആണ്. ഡിസ്കൗണ്ട് അലൗഡ്, ഇവിടെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ട്രാൻസാക്ഷൻ ആണ് ഡിസ്കൗണ്ട് അലൗഡ് എന്ന ഒരു സംഭവം കിടപ്പുണ്ട്. ഡിസ്കൗണ്ട് കൊടുത്തു എന്നാണ്, നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തു എന്നാണ്. ഈ ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷിന്റെ മൂവ്മെന്റ് ഇല്ല. ഞാൻ ഇപ്പം എന്താ പറയുക, ഇപ്പം നമ്മളൊരാൾക്ക് ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പുറത്തേക്ക് പോയി എന്നല്ല, കിട്ടാനുള്ളതിൽ കുറവ് വരുമെന്നേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയുന്നത് നമുക്ക് പൈസ കിട്ടാനുള്ളതിൽ കുറവ് വരുമെന്നാണ്, അല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി എന്നല്ല. അതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ട് അലൗഡ് എന്നൊരു ഐറ്റം ക്യാഷ് ബുക്കിൽ എങ്ങും വരില്ല. ഡിസ്കൗണ്ട് കൊടുത്തു എന്നല്ലേ പറയുന്നത്, അത് ക്യാഷിന്റെ മൂവ്മെന്റ് ഇല്ല. നമുക്ക് ഒരു 1,000 രൂപ തരാനുള്ള ആളോട് പറയുവാണ്, ഇയാൾ 100 രൂപ കുറച്ച് തന്നാൽ മതി.
അല്ലേ? നമുക്ക് 1000 രൂപ അയാൾ തരാനുണ്ട്. നമ്മൾ എന്ത് പറയുവാണ്, ഇയാൾ 100 രൂപ കുറച്ച് തന്നാൽ മതി. ഇവിടെ ഈ 100 രൂപ കുറച്ച് തന്നാൽ മതി എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ നിന്ന് 100 രൂപ പുറത്തോട്ട് പോയി എന്നതല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഡിസ്കൗണ്ട് അലൗഡ് നമ്മുടെ ക്യാഷ് ബുക്കിൽ വരില്ല. ബാക്കി ഡിസ്കൗണ്ട് റിസീവ്ഡും ഇതുപോലെ തന്നെയാണ്. നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ പൈസ കിട്ടി എന്നൊന്നും അല്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന ഐറ്റം ക്യാഷ് ബുക്കിൽ വരില്ല. ബാഡ് ഡെറ്റ് റിട്ടേൺ ഓഫ് നമുക്ക് ക്യാഷ് ബുക്കിൽ വരില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർക്കുക, ക്യാഷ് ട്രാൻസാക്ഷൻസ് ആയിട്ട് ഇങ്ങനെ തരുന്നെങ്കിൽ ഓർക്കുക, റെസീറ്റ് ഫ്രം ഡെറ്റേഴ്സ്, ക്യാഷ് സെയിൽ, ക്യാഷ് പർച്ചേസ്, വേജസ്, സാലറി, ട്രേഡ് എക്സ്പെൻസ്, ഇലക്ട്രിസിറ്റി ബില്ല്, ഡ്രോയിങ്സ്, ക്യാഷ് ക്രെഡിറ്റ് ക്രെഡിറ്റേഴ്സ്, ഇത്രയുമാണ് ക്യാഷ് ട്രാൻസാക്ഷൻ. ഡിസ്കൗണ്ട് അലൗഡ് ക്യാഷ് ട്രാൻസാക്ഷൻ അല്ല, ഡിസ്കൗണ്ട് റിസീവ്ഡ് ക്യാഷ് ട്രാൻസാക്ഷൻ അല്ല, ബാഡ് ഡെറ്റ് റിട്ടേൺ ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻ അല്ല. ആ ലാസ്റ്റ് ഐറ്റം നോക്കി, ക്യാഷ് ബാലൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ 20,000. അപ്പോൾ ക്യാഷ് ബാലൻസ് തന്നിട്ടുണ്ട് അല്ലേ? ക്ലോസിംഗ് ഡേറ്റിലെ ക്യാഷ് ബാലൻസ് തന്നിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു ചെറിയ ചതിയുണ്ട്. എന്താന്ന് പറയട്ടെ, 20,000 രൂപ ക്യാഷ് ബാലൻസ് ക്ലോസിംഗിൽ തന്നിട്ടുണ്ട്, ഞാൻ സമ്മതിച്ചു. എങ്കിലും നിങ്ങൾ ക്യാഷ് ബുക്ക് വരയ്ക്കണം, എങ്കിലും നിങ്ങൾ ക്യാഷ് അക്കൗണ്ട് വരയ്ക്കണം. കാരണം ഈ ബിസിനസ്സിന് ബാങ്ക് അക്കൗണ്ടും ഉണ്ട്. ഇവിടെ തന്നിരിക്കുന്നത് ക്യാഷ് ബാലൻസ് ആണ്. 20,000 രൂപ ക്ലോസിംഗിലെ ക്യാഷ് ബാലൻസ് ആണ്. നമ്മുടെ ബിസിനസ്സിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ. അപ്പോൾ ബാങ്കിൽ എത്ര ഇനി ബാക്കിയുണ്ടെന്ന് അറിയണ്ടേ? അതുകൊണ്ടാണ് പറയുന്നത്, ക്യാഷ് അക്കൗണ്ട് ക്വസ്റ്റ്യനിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ക്യാഷ് അക്കൗണ്ട് വരയ്ക്കണം. അതുകൊണ്ട് പ്രയോജനമുണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ക്ലോസിംഗിലെ ക്യാഷ് തന്നിട്ടുണ്ട്, പക്ഷെ ക്ലോസിംഗിലെ ബാങ്കിലെ പൈസ അറിയാൻ വേണ്ടി ഒരു ക്യാഷ് അക്കൗണ്ട് വരയ്ക്കണം. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, മിസ്സിസ് സുരഭി യൂസ് ഗുഡ്സ് വർത്ത് 22,500 ഫോർ പ്രൈവറ്റ് പർപ്പസ്. അപ്പോൾ അതായത് ബിസിനസ്സിൽ നിന്ന് 2,500 രൂപയുടെ സാധനങ്ങൾ, ബിസിനസ്സിൽ നിന്ന് 2,500 രൂപയുടെ പ്രോഡക്റ്റ് നമ്മുടെ സുരഭി വിഡ്രോ ചെയ്തു. ഈ പ്രോഡക്റ്റ് വിഡ്രോ ചെയ്തുകൊണ്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ പർച്ചേസിൽ കുറയണം, ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ ക്യാപിറ്റലിൽ ഡ്രോയിങ്സ് ആയിട്ട് കാണിക്കണം. ഓർത്ത് വെച്ചോളുക, നമ്മുടെ ഓണർ ബിസിനസ്സിൽ നിന്ന് ഗുഡ്സ് വിഡ്രോ ചെയ്താൽ, ഗുഡ്സ് സ്വകാര്യ ആവശ്യത്തിന് എടുത്തുകൊണ്ട് പോയാൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ പർച്ചേസിൽ നിന്നും കുറയണം, ക്യാപിറ്റൽ അതായത് ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ ക്യാപിറ്റലിൽ ഡ്രോയിങ്സിന്റെ കൂടെ കാണിക്കണം. നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ 10%, ഫർണിച്ചറിന് മെഷീനറിക്ക് 20%. പിന്നെ ക്ലോസിംഗിൽ ഡെറ്റേഴ്സ് തന്നിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്, സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം പഴയ പോലെ തന്നെ. തീർച്ചയായിട്ടും നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അതിന് ഓപ്പണിംഗിലെ ബാലൻസ് ഷീറ്റ് വരച്ച് നോക്കിയാൽ മതി. ക്യാഷ് അക്കൗണ്ട് വരച്ചിട്ട് ക്ലോസിംഗിലെ ബാങ്ക് ബാലൻസ് കിട്ടും. ഡെറ്റേഴ്സ് അക്കൗണ്ട് വരച്ചാൽ ക്രെഡിറ്റ് സെയിൽ കിട്ടും. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരച്ചാൽ ക്രെഡിറ്റ് പർച്ചേസ് കിട്ടും. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ട്രേഡിംഗ് P&L ആൻഡ് ബാലൻസ് ഷീറ്റ് വരയ്ക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. ജനുവരി 1, 2010. ജനുവരി 1, 2010 ആണെന്ന് തോന്നുന്നു ചോദ്യം. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. യെസ്, ജനുവരി 1, 2010 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസറിലും നിങ്ങൾ ജനുവരി 1, 2010 ആണ്. ഓക്കെ, 2010 തന്നിരിക്കുന്ന അസറ്റ്, ഒരു കാര്യം മറന്നു പോയത്, ഓപ്പണിംഗ് ഡേറ്റ് തന്നിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ എടുക്കാവൂ. ക്യാഷ്, സ്റ്റോക്ക്, ഫർണിച്ചർ, മെഷീനറി, അത് അതുപോലെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ കിട്ടും. 1,00,000 രൂപയാണ് ഓപ്പണിംഗിലെ ക്യാപിറ്റൽ. ഓക്കെ, ഇനി എന്താണ്, ഡെറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കാം. ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് ഡെറ്റേഴ്സ് കാണത്തില്ല. കാര്യം ബിസിനസ് തുടങ്ങിയതല്ലേ ഉള്ളൂ. ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ എങ്ങനെ ഡെറ്റേഴ്സ് ഉണ്ടാകുന്നത്? അപ്പോൾ ഓപ്പണിംഗ് ഡെറ്റേഴ്സ് ഇല്ല. ഓക്കെ, ഡെറ്റേഴ്സിൻ്റെ പൈസ കിട്ടിയതറിയാം. ഡിസ്കൗണ്ട് അലൗഡും ബാഡ് ഡെറ്റും, ഇത് രണ്ടും ഡെറ്റേഴ്സിനെ കുറയ്ക്കും. ഇതൊക്കെ വളരെ ശ്രദ്ധിച്ചോണേ. ഇതാ ഞാൻ പറഞ്ഞത്, ഈ കണക്കിനകത്ത് എല്ലാ അഡ്ജസ്റ്റ്മെന്റും വരുന്നുണ്ട്. ഇവിടെ ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തു, അത് ഡെറ്റേഴ്സിനെ കുറയ്ക്കും. നമ്മൾ ആർക്കാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്? നമുക്ക് പൈസ തരാനുള്ള ആൾക്കാർക്ക്, അതായത് ഡെറ്റേഴ്സിനാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഡെറ്റേഴ്സ് കുറയും. ബാഡ് ഡെറ്റ്, അത് ആ പൈസ കിട്ടാനേ പോകുന്നില്ല. അപ്പം ഡിസ്കൗണ്ട് അലൗഡും ബാഡ് ഡെറ്റും ഡെറ്റേഴ്സിനെ കുറയ്ക്കും. ക്ലോസിംഗ് ഡെറ്റേഴ്സ് തന്നിട്ടുണ്ടല്ലോ, ഉണ്ട്. ബാലൻസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് സെയിൽ കിട്ടും. നെക്സ്റ്റ് ഇതുപോലെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, അവിടെയും ഓപ്പണിംഗ് കാണത്തില്ല, ഓപ്പണിംഗ് ഇല്ല. ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുത്തു, ഡിസ്കൗണ്ട് റിസീവ്ഡ് ക്രെഡിറ്റേഴ്സിനെ കുറയ്ക്കും. കാര്യം നമ്മൾ പൈസ കൊടുക്കാനുള്ള ആൾക്കാരാണ് പറയുന്നത് കുറച്ച് തന്നാൽ മതി. അപ്പോൾ അത് നമുക്ക് ക്രെഡിറ്റേഴ്സിനെ കുറയ്ക്കുന്ന ഐറ്റമാണ്. ദെൻ ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് എഴുതുക. ബാലൻസിങ് ഫിഗർ 80,000 ആണ്. ബാലൻസിങ് ഫിഗർ 80,000 ആണ് നമ്മുടെ ക്രെഡിറ്റ് പർച്ചേസ്. നെക്സ്റ്റ് ക്യാഷ് ബുക്ക് വരയ്ക്കാം. ക്യാഷ് ബുക്ക് വരയ്ക്കുമ്പോൾ ഓപ്പണിംഗ് ക്യാഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ സുരഭി ആദ്യമായിട്ട് കൊണ്ടുവന്ന പൈസ 50,000 രൂപ കൊണ്ടുവന്ന് പറയുന്നില്ല, അതാണ് ഓപ്പണിംഗ് ക്യാഷ്. പിന്നെ ഫർദർ 20,000 രൂപ കൊണ്ടുവന്നു. ഒരു 20,000 രൂപ, ആദ്യം 50,000 കൊണ്ടുവന്നു, പിന്നെ 20,000.
ഡെറ്റേഴ്സിൻ്റെ കിട്ടിയത് ക്യാഷ് സെയിൽ. ഇതെല്ലാമാണ് നമ്മുടെ റെസീപ്റ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ റെസീപ്റ്റിൽ എന്തൊക്കെ വരും? ഓപ്പണിംഗിൽ 50,000 കൊണ്ടുവന്നു, പിന്നീട് 20,000 രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ കൊണ്ടുവന്നു, ദെൻ ഡെറ്റേഴ്സ്, സെയിൽ. ഓക്കെ, പേയ്മെന്റ് എന്ന് പറയുമ്പോൾ ക്യാഷ് പർച്ചേസ്, വേജസ്, സാലറി, ട്രേഡ് എക്സ്പെൻസ്, ഇലക്ട്രിസിറ്റി ബില്ല്, ഡ്രോയിങ്സ്, ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുത്തത്. ക്ലോസിംഗ് ക്യാഷും കൂടെ പോസ്റ്റ് ചെയ്തതിന് ശേഷം, ക്ലോസിംഗ് ക്യാഷ് 20,000 കൂടെ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ബാലൻസ് ചെയ്ത് നോക്ക്, ടാലി ആവത്തില്ല. 13,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്, അത് ബാങ്ക് ബാലൻസ് ആണ്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇതവിടെ എഴുതിയിട്ടുണ്ട്. ക്യാഷ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ക്ലോസിംഗ് ബാങ്ക് ബാലൻസ്. ക്ലോസിംഗ് ബാങ്ക് ബാലൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ നോക്കിക്കോണം, ക്യാഷ് അക്കൗണ്ട് തന്നിട്ടില്ലെങ്കിൽ ഓർക്കുക ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു കാര്യം കണ്ടുപിടിക്കാനുണ്ട്. അത് വലിയ ചോദ്യങ്ങളാണെങ്കിൽ അങ്ങനെ വരും. ഓക്കെ, സോ നമ്മൾ ഓപ്പണിംഗിൽ ക്യാപിറ്റൽ കണ്ടുപിടിച്ചു, ക്രെഡിറ്റ് സെയിൽ കണ്ടുപിടിച്ചു, ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിച്ചു, ക്ലോസിംഗിലെ ബാങ്ക് ബാലൻസ് കണ്ടുപിടിച്ചു. ഇനി ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസ് ക്യാഷും ക്രെഡിറ്റ് എഴുതുക. പേഴ്സണൽ പർപ്പസിന് വിഡ്രോ ചെയ്ത സാധനങ്ങൾ 2,500 രൂപയുടെ ഗുഡ്സ് പേഴ്സണൽ പർപ്പസിന് വിഡ്രോ ചെയ്തു എന്നത് പർച്ചേസ് ചെയ്യുന്ന കുറയണം. ദെൻ വേജസ്, ഇലക്ട്രിസിറ്റി ബില്ല്. ക്രെഡിറ്റിൽ എന്താണ്? ക്രെഡിറ്റിൽ സെയില്, ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഓൺ ചെയ്ത് P&L അക്കൗണ്ട് തുടങ്ങുവാണ്. P&L അക്കൗണ്ടിൽ സാലറി ഉണ്ട്, ട്രേഡ് എക്സ്പെൻസ് ഉണ്ട്, ഡിസ്കൗണ്ട് അലൗഡ് ഉണ്ട്, ബാഡ് ഡെറ്റ്, ഡിപ്രീസിയേഷൻ, ഫർണിച്ചറിനും മെഷീനറിക്കും ഡിപ്രീസിയേഷൻ കാണുക. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻകം സൈഡിൽ എഴുതിയാൽ നെറ്റ് പ്രോഫിറ്റ് 36,500. ബാലൻസ് ഷീറ്റ് വരുമ്പോൾ ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ്, ക്യാപിറ്റൽ ശ്രദ്ധിച്ചോണേ. ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റും അഡീഷണൽ ക്യാപിറ്റലും ആഡ് ചെയ്യണം. ഇവിടെയാണ് 20,000 രൂപ ആഡ് ചെയ്യേണ്ടത്. ഓപ്പണിംഗിൽ 1,00,000 ഉണ്ടായിരുന്നുള്ളൂ. മിസ്സിസ് സുരഭി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1,00,000 രൂപ ക്യാപിറ്റലിലാണ്. വീണ്ടും 20,000 രൂപ കൊണ്ടുവന്നു എന്നത് ഇവിടെയാണ് ആഡ് ചെയ്യേണ്ടത്. ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണെന്ന് ചോദിച്ചാൽ 1,00,000 തന്നെ. ഫർദർ ക്യാപിറ്റൽ പിന്നല്ലേ കൊണ്ടുവന്നത്, അത് ഇവിടെ ക്ലോസിംഗ് ഈ ഒരു 31 ഡിസംബറിൽ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നോക്കുക, 1,00,000 രൂപ ഓപ്പണിംഗ് ക്യാപിറ്റൽ, നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തു, അഡീഷണൽ ക്യാപിറ്റൽ ആഡ് ചെയ്തു. അതിൽ നിന്നും 2 ടൈപ്പ് ഡ്രോയിങ്സും കുറയ്ക്കണം. എന്തായി 2 ടൈപ്പ് ഡ്രോയിങ്സ്? ക്യാഷും വിഡ്രോ ചെയ്തു, ഗുഡ്സും വിഡ്രോ ചെയ്തു. ക്യാഷും ഗുഡ്സും വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ 1,11,000 എന്ന് കിട്ടും. ഇനി അസറ്റ് സൈഡ് വന്നാൽ ക്ലോസിംഗ് ക്യാഷ് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടായിരുന്നു. ഈ ക്ലോസിംഗ് ബാങ്ക് നമ്മൾ കണ്ടുപിടിച്ചതാണ്. ബാലൻസ് ഷീറ്റ് ടാലി ആവത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഈ ബാങ്ക് ബാലൻസ് കണ്ടുപിടിച്ചില്ലെങ്കിൽ ഈ 13,000 രൂപയുടെ ഡിഫറൻസ് അവിടെ കിടക്കും. നിങ്ങൾ ഇനി എത്ര ആലോചിച്ചാലും കിട്ടാനും പോകുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് അല്ല ക്വസ്റ്റ്യന് തന്നിരിക്കുന്നെങ്കിൽ നമ്മൾ ക്യാഷ് അക്കൗണ്ട് വരയ്ക്കുക. ക്ലോസിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് ഡെറ്റേഴ്സ്, ഫർണിച്ചറിൽ നിന്നും മെഷീനറിയിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചെഴുതുക. 1,53,000 ടാലിയാവും. ഇങ്ങനെയാണ് കൺവേർഷൻ മെത്തേഡ് വഴി നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തൊട്ട് എന്താ പറയുക ബേസ് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡും കൺവേർഷൻ മെത്തേഡും നന്നായിട്ട് പഠിക്കുക. ഇതിനകത്ത് ഈ കൺവേർഷൻ മെത്തേഡ്, ഐ റിപ്പീറ്റ്, കൺവേർഷൻ മെത്തേഡിൽ ഈ ലാസ്റ്റ് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് എസ്സേ ടൈപ്പിലൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിക്കുക.